welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Haloalkanes and Haloarenes part 3. Last class we hydrocarbons hydrocarbons haloalkanes preparation just on start cheyidayirunnu. Appo adinte continuation aanu nammal innathe class il ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഹൈഡ്രോകാർബൺസിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്താണ് ഹാലോ ആൽക്കെയിൻസ് ആക്കി മാറ്റുന്നതെന്ന് നമ്മൾ ആദ്യമേ കണ്ടതാണ്. അതെങ്ങനെയാണെന്നാണ് ഈ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മളൊരു ഹൈഡ്രോകാർബൺ എടുക്കുന്നു, അതിലേക്ക് ഡയറക്റ്റ് ഹാലോജൻ തന്നെയാണ് ചേർക്കുന്നത്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇൻ ദ ഫോം ഓഫ് Cl2Br2I2 ആൻഡ് HNUവിൻ്റെ പ്രസൻസ് അവിടെ മസ്റ്റാണ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇവർ രണ്ടുപേരും തമ്മിൽ റിയാക്ട് ചെയ്യുള്ളൂ. ആൻഡ് ഇവിടെ 6 ഹൈഡ്രോജൻസ് ഉണ്ട്. ഇതിലേത് ഹൈഡ്രോജനെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് CH3CH2Cl എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഈ റിയാക്ഷൻ്റെ ഔട്ട്ലൈൻ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, HNUവിൻ്റെ പ്രസൻസിൽ ഈ ക്ലോറിൻ എന്ന് പറയുന്ന ഡയറ്റോമിക് മോളിക്യൂള് ഹോമോലിറ്റിക് ക്ലീവേജ് ആണ് നടത്തുന്നത്. ദാറ്റ് മീൻസ് ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ 2 ക്ലോറിൻ ആറ്റംസ്, അതാണ് ഹോമോലിറ്റിക് ഫിഷൻ. ഒരു ഇലക്ട്രോണിനെ ഒരു ക്ലോറിൻ ആറ്റം എടുക്കുമ്പോൾ സെക്കൻഡ് ഇലക്ട്രോണിനെ സെക്കൻഡ് ക്ലോറിൻ ആറ്റം എടുക്കുന്നു. ഓക്കെ, ദെൻ ഇറ്റ് ഫോംസ് ഫ്രീ റാഡിക്കൽസ് Cl ഡോട്ട് പ്ലസ് Cl ഡോട്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ HNUവിൻ്റെ പ്രസൻസിൽ എപ്പോഴും ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്കാനിസം പോകുന്നത് ഫ്രീ റാഡിക്കലിൻ്റെ ജനറേഷൻ വഴിയാണ്. ഓക്കെ, ദെൻ വൺസ് ഈ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇവർ വേറൊരു ഫ്രീ റാഡിക്കലുമായിട്ട് എങ്ങനെയെങ്കിലും റീകമ്പൈൻ ചെയ്യാനാണ് ശ്രമിക്കുക. ആ ഒരു ഓഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ നിന്ന് പോയിട്ട് ആ ഇലക്ട്രോണിനെ പെയ്ഡ് ആക്കാനാണ് അവർ ട്രൈ ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ ഈഥൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കല് രണ്ടെണ്ണം ഉണ്ട്. ഫ്രീ റാഡിക്കല് പയ്യെ ഈ ഈഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിനെ അപ്രോച്ച് ചെയ്യുന്നു. ഇവിടെ 6 CH ബോണ്ടുകൾ ഉണ്ടല്ലോ. ഈ CH ബോണ്ടുകളിൽ വന്ന് ഇത് ഹിറ്റ് ചെയ്യും. എന്തിനു വേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഫ്രീ റാഡിക്കല് ജനറേറ്റ് ആവണം. എന്നാൽ മാത്രമേ ഇവർക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇന്നടത്തൊന്നൊന്നുമില്ല, 6 ബോണ്ടും സിമിലർ ആണ്, എവിടെ വേണമെങ്കിലും വന്ന് ഹിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ആ ബോണ്ടും ഹോമോലിറ്റിക്കലി ക്ലീവ് ചെയ്യും. ഫ്രീ റാഡിക്കൽ വന്ന് ഹിറ്റ് ചെയ്തത് കൊണ്ട് ഇനി നടക്കുന്ന ഫിഷൻ എല്ലാം ഹോമോലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജൻ എടുക്കും, ഒരു ഇലക്ട്രോണിനെ കാർബൺ എടുക്കും. ദെൻ ഇറ്റ് ബിക്കംസ് എന്തായിട്ട് മാറും, ഈ CH3 അങ്ങനെ തന്നെ, ഇവിടെ CH2 അങ്ങനെ തന്നെ, പിന്നെയോ CH2 അങ്ങനെ തന്നെ. ദെൻ കാർബണിലേക്ക് ഒരു ഫ്രീ റാഡിക്കൽ, ഒരു ഓഡ് ഇലക്ട്രോൺ വന്നിട്ടുണ്ട്, CH3CH2 ഡോട്ട്. ഈ ബോണ്ട് ബ്രേക്ക് ആയി. ഓക്കെ, H ഡോട്ട് വേറെയായി. കണ്ടോ, ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ വൺസ് ഈ ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂള് ഹോമോലിറ്റിക്കലി HNUവിൻ്റെ പ്രസൻസിൽ ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നിറച്ച് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ആവും. അവർ കൊളീഷൻ വഴി റീകമ്പൈൻ ചെയ്താണ് നമുക്ക് പ്രോഡക്ട്സ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് അല്ല, ഇഷ്ടം പോലെ പ്രോഡക്ട്സ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒറ്റ തവണയെ ഹിറ്റ് ചെയ്തോളൂ എന്ന് വിചാരിക്കും. ഇവിടെ അല്ലേ ഹിറ്റ് ചെയ്തത്, അപ്പോൾ ഇവിടെ Cl ഡോട്ട് പുറത്ത് നിൽപ്പുണ്ട്, ഹിറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുവാണ് ആള്. ഓക്കെ, ഇനി ഈ CH2 ഡോട്ടും ഈ Cl ഡോട്ടും കൂടി കമ്പൈൻ ചെയ്ത് പുതിയൊരു ബോണ്ട്, അതായത് ആ 2 ഫ്രീ റാഡിക്കൽസിനും ഇപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടണം. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ഓഡ് ഇലക്ട്രോൺസ് പെയർ ചെയ്ത് അവർക്കിടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പം ഇതാണ് ഇവർ റിയാക്ഷൻ നടത്തി Hനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ അകത്ത് കയറുന്ന മെത്തേഡ് ഇൻ ദ പ്രസൻസ് ഓഫ് HNU. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പ്രോഡക്റ്റ് കിട്ടും, CH3CH2Cl.
ഓക്കെ, ഇനിയും ഈ റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ഒന്നും ചെയ്യില്ല. ഇഷ്ടംപോലെ ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ തമ്മിൽ റീകമ്പൈൻ ചെയ്ത് പ്രോഡക്ട്സുകൾ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ Cl ഡോട്ട് ഉണ്ടല്ലോ, ആ Cl ഡോട്ടും ഈ H ഡോട്ടും കൂടി ചേർന്ന് എന്തും കിട്ടാം, HCl കിട്ടാം. ഓക്കെ, അതൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ ഇങ്ങനെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇനി നോക്കിക്കോ, ഇനി ഈ ഫ്രീ റാഡിക്കൽ ഇവിടെ ഒരു ക്ലോറിൻ അല്ല, ഇങ്ങനെ ക്ലോറിൻ ഇഷ്ടം പോലെ ഉണ്ട്. 1 മോൾ ക്ലോറിൻ 2 മോൾ ക്ലോറിൻ ഒക്കെ ആയിരിക്കും നമ്മളിവിടെ എടുക്കുക അല്ലേ. അപ്പോൾ ഈ ക്ലോറിൻസ് ഇങ്ങനെ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുറകെ അത് ഇവിടെ വന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇനിയും ഈ പ്രോഡക്ട്സിലേക്ക് വീണ്ടും അടുത്ത ക്ലോറിൻ ഫ്രീ റാഡിക്കലിന് വന്ന് ഹിറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഇനിയും 5 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻസ് തീരുന്നത് വരെയും ക്ലോറിൻ ഫ്രീ റാഡിക്കലിന് വന്ന് അവിടെ ഹിറ്റ് ചെയ്ത് പുതിയ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കി റിയാക്ഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡൈഹാലോ ആൽക്കെയിൻ, ട്രൈഹാലോ ആൽക്കെയിൻ, പോളിഹാലോ ആൽക്കെയിൻസ് വരെയും കിട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഒരു പ്യുവർ പ്രോഡക്റ്റ് അല്ല ഫോം ചെയ്യാം. അതുകൊണ്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് വേണ്ട സ്ഥലത്ത് നമ്മൾ ഈ റിയാക്ഷൻ ഉപയോഗിക്കാറില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫ്രം ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. അടുത്ത മെത്തേഡാണ് ഫ്രം ആൽക്കീൻസ്. ഫ്രം ആൽക്കീൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രോ കാർബൺ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, പക്ഷെ എടുക്കുന്നത് ആൽക്കീൻ ആണ്. ഇവിടെ ആൽക്കെയിൻസിൽ നിന്നായിരുന്നു, ഇവിടെ ആൽക്കീൻസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്, മൾട്ടിപ്പിൾ ബോണ്ട് ആണ് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ ഡബിൾ ബോണ്ട് ആണ് ഹാലോ ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആൽക്കീൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രൊപ്പീൻ ആണ്. ഈ പ്രൊപ്പീനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട റിയേജന്റ് HX ആണ്. HX, HCl, HBr, HI, HF നമ്മൾ ഇവിടെയും എടുക്കാറില്ല. ഓക്കെ, HCl, HBr, HI പോലുള്ള റിയേജൻസ് നമ്മളൊരു ആൽക്കീനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ പ്രൊപ്പീൻ ആണ് എടുത്തിരിക്കുന്നത്. CH3, CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന റിയാക്ഷൻ ആണ് അഡീഷൻ. അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക. ദാറ്റ് ഈസ് C ഡബിൾ ബോണ്ട് C. ഇവിടെ എന്തു ആയിക്കോട്ടെ, സൈഡ് ഗ്രൂപ്പ്സ് എന്തു ആയിക്കോട്ടെ, ആ ഡബിൾ ബോണ്ടിലേക്കാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് HX ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിലെ പൈ ബോണ്ട് ബ്രേക്ക് ആവും. പൈ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ ഇവിടെ ഈ കാർബണിന് ഒരു വാലൻസി ഡിക്രീസ് ചെയ്തു, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാലൻസി കുറഞ്ഞു പോയി, ഇവിടെയും ഒരു വാലൻസി കുറഞ്ഞു പോയി. അതെവിടെന്നെങ്കിലും പുറത്തൊരു മോളിക്യൂളിൽ നിന്ന് ആഡ് ചെയ്യും. അതാണ് അഡീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉള്ളിലെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ പൈ ബോണ്ട് ഇരുന്ന 2 കാർബണും ഒരു വാലൻസി ഡിക്രീസ് ആവും. അപ്പം അത് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന മോളിക്യൂളിൽ നിന്ന് ആറ്റംസിനെ വലിച്ച് ആ 4th വാലൻസി അവർ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു മോളിക്യൂൾ അങ്ങനെ തന്നെ ഈ ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട്, പുറത്ത് നിന്ന ആള് ആ സിസ്റ്റത്തിലേക്ക് കയറി വരുന്നത് കൊണ്ട്, ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ അഡീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഒപ്പം Hനും Xനും ഇടയിലുള്ള ബോണ്ടും ബ്രേക്ക് ആവും. ദെൻ ഇതിൽ നിന്ന് ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് വന്ന് ബോണ്ടാവും, X അടുത്ത കാർബണിലേക്ക് പോയി ബോണ്ടാവും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കുക, പുറത്ത് നിൽക്കുന്ന HXനെയും ബ്രേക്ക് ചെയ്യിക്കുക, എന്നിട്ട് H ഒരു കാർബണിലേക്കും X ഒരു കാർബണിലേക്കും കൊണ്ടുവന്ന് ബോണ്ട് ചെയ്യിക്കുക. അങ്ങനെയാണ് അഡീഷൻ റിയാക്ഷനിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് വരും? C, ഇവിടെ X വന്നു, ഇപ്പുറത്ത് H വന്നു. ഓക്കെ, ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ പുറത്ത് നിന്ന് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു മോളിക്യൂൾ അങ്ങനെ തന്നെ ആഡ് ചെയ്തു. ഇതിൽ X ഉള്ളത് കൊണ്ട് ആൽക്കീൻ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി? ഹാലോ ആൽക്കെയിൻ ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ HClന്റെ കാര്യത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ HClന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കാർബണും ഓരോ വാലൻസി ഡിക്രീസ് ആയി. ഇനി Hനും Clനും ഇടയിലുള്ള ബോണ്ടും ബ്രേക്ക് ചെയ്തു. ദെൻ ഹൈഡ്രജനെ ഒരു കാർബണിലേക്ക് കൊണ്ടുവരണം, ക്ലോറിനെ ഒരു കാർബണിലേക്ക് കൊണ്ടുവരണം അല്ലേ.
അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? CH3, CHൻ്റെ കൂടെ ഒരു എച്ചും കൂടി വന്നു, അപ്പോൾ CH2. ഇനി CH2ൻ്റെ കൂടെ ഒരു ക്ലോറിൻ വന്നു, CH2Cl. ഇതാണ് ഒരു പ്രോഡക്റ്റ്. ബട്ട് ഇത് മാത്രമല്ലല്ലോ ഇവിടുത്തെ പോസിബിലിറ്റി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. എഗെയിൻ ഇവിടെ ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ എച്ചിനും സിഎലിനും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഹൈഡ്രജൻ കംസ് ടു ദിസ് കാർബൺ ആൻഡ് ക്ലോറിൻ കംസ് ടു ദിസ് കാർബൺ. ഇങ്ങനെയും ആകാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇത് ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? CH3. ഇപ്പോൾ ഈ ക്ലോറിൻ വന്ന കാർബൺ ആണിതല്ലേ, അപ്പോൾ അവിടെ എന്ത് വരും? CHCl. ഇനി CH2ൻ്റെ അടുത്ത് എച്ച് വന്നതുകൊണ്ട് അത് CH3. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടും. ഇവിടെ രണ്ട് പ്രെഡിക്ഷൻസ് ഉണ്ട് അല്ലേ? എച്ചും സിഎലും ആഡ് ചെയ്യുന്നത് രണ്ട് ടൈപ്പിലാകാം. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ ഓക്കെ, അവിടെ നമ്മളൊരു റൂള് ഒബേ ചെയ്ത് മാത്രമേ പ്രോഡക്റ്റ് എഴുതാൻ പാടുള്ളൂ. ഇത് രണ്ടും ഇവിടെ പോസിബിൾ ആണ്. പക്ഷേ ഇതിൽ ഒരു പ്രോഡക്റ്റ് മാത്രം മേജർ പ്രോഡക്റ്റും രണ്ടാമത്തെ പ്രോഡക്റ്റ് മൈനറുമായിട്ടേ കിട്ടുള്ളൂ. അതായത് ഒരു 80% കൂടുതലും മേജർ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. ഒരു 20% താഴെ മാത്രമേ നമുക്ക് മൈനർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ എപ്പോഴും മേജർ പ്രോഡക്റ്റ് ചോദിക്കുകയുള്ളൂ. അപ്പം മേജർ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു റൂൾ അനുസരിച്ചിട്ടാണ്. ആ റൂളാണ് മാർക്കോണിക്കോവ്സ് റൂൾ. അഡീഷൻ നടക്കുന്നിടത്ത് ഫോളോ ചെയ്യേണ്ട റൂൾ ഏതാണ്? മാർക്കോണിക്കോവ്സ് റൂൾ. അത് വെച്ചിട്ടാണ് നമുക്ക് മേജർ പ്രോഡക്റ്റ് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ട് പറയുന്നത് ഹൈഡ്രജൻ ആഡ് ചെയ്യേണ്ടത് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് മാത്രമേ ഹൈഡ്രജനെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഏത് ഹൈഡ്രജൻ? നോക്കിക്കേ, ഈ സ്പീഷീസിൽ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അറ്റാക്കിംഗ് റിയേജൻ്റ് ആണ് HCl എന്ന് പറയുന്നത്. ആഡ് ചെയ്യാൻ പോകുന്ന മോളിക്യൂളാണ് HCl എന്ന് പറയുന്നത്. ആ HClലെ എച്ച് എവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം? നമ്മുടെ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ ഏതായിരുന്നു നമ്മുടെ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം? ഇതല്ലേ. ഈ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലെ രണ്ട് കാർബണും ചെക്ക് ചെയ്യുക. അപ്പം ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ രണ്ട് ഹൈഡ്രജനും അല്ലേ ഉള്ളത് ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ. അതിൽ ഏത് കാർബണിനാണോ ഹൈഡ്രജൻ കൂടുതൽ? ഏതാ? CH2 അല്ലേ? അവിടേക്ക് തന്നെയേ ഹൈഡ്രജനെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് തന്നെ ഹൈഡ്രജനെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് മറ്റേ പാർട്ടിനെയും ആഡ് ചെയ്യണം. ഇതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഓക്കെ, അപ്പം അതനുസരിച്ച് ഏത് പ്രോഡക്റ്റാണ് നമുക്ക് ഫോം ചെയ്യുക? രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് മേജറായിട്ട് ഫോം ചെയ്യുക. ഏറ്റവും കൂടുതൽ ഹൈഡ്രോക്ലോറൈഡ്സും ആഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പോൾ മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്കതാണ് ഫോം ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തു വെച്ചാൽ മതി. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഹൈഡ്രജൻ്റെ നമ്പർ കൂടുതലുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഏത് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ? ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ ഏത് കാർബണിനാണോ ഹൈഡ്രജൻ കൂടുതലുള്ളത് ആ കാർബണിലേക്ക് വേണം ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഈ മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ കഴിഞ്ഞ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് അതിൽ കിടക്കുന്നത് പോലെ തന്നെ പഠിച്ചു വെക്കണം. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ, നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗോസ് വിത്ത് ദാറ്റ് കാർബൺ ആറ്റം വിച്ച് കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഇതാണ് മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കുമ്പോൾ ആ ഡെഫിനിഷൻ വേണം എഴുതാൻ. ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിട്ട് ചെയ്താൽ മതി. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഇതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഇത് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടതാണ്. പറയുമ്പോൾ ഡെഫിനിഷൻ NCERTയിൽ കിടക്കുന്നത് തന്നെ പഠിച്ച് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കോണിക്കോവ്സ് റൂൾ എല്ലാവർക്കും വേണോ? വേണ്ട. മാർക്കോണിക്കോവ്സ് റൂൾ എല്ലാവർക്കും വേണ്ട. മാർക്കോണിക്കോവ്സ് റൂള് അൺസിമെട്രിക്കൽ ആൽക്കീൻസിന് മാത്രമേ ആവശ്യം വരുള്ളൂ. വേറൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ ബ്യൂട്ട് 2ene that is
CH3 CH ഡബിൾ ബോണ്ട് CH3 ഇതാണ് ബ്യൂട്ടറ്റൂയിൻ. ഇതിലേക്ക് ഞാൻ HBrനെ ആഡ് ചെയ്യുവാണ്, HBr. ഓക്കെ, HBrന്റെ അഡീഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. എന്താ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ദെൻ ഇവിടെ Hന്റെയും Brന്റെയും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ എവിടെ? ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ എവിടെയാണോ ഹൈഡ്രജൻ കൂടുതൽ, ഇതാണ് ഡബിൾ ബോണ്ടഡ് സിസ്റ്റം. ഇവിടെ ഈ കാർബണിലും ഒരു ഹൈഡ്രജൻ, ഈ കാർബണിലും ഒരു ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലെ രണ്ട് സൈഡിലും ഹൈഡ്രജൻ സെയിം ആണെങ്കിൽ മാർക്കോണിക്കോസ് റൂളിന്റെ ആവശ്യമില്ല. എവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്താലും ഒരേ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ദാ ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രോമിൻ കംസ് ടു ദിസ് കാർബൺ. ദെൻ വാട്ട് വിൽ ബി ഫോംഡ്? CH3, CHന്റെ അടുത്ത് Br, CHBr, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് പോയി അവിടെ സിംഗിൾ ബോണ്ട് ആയി. CHന്റെ കൂടെ വീണ്ടും ഒരു ഹൈഡ്രജൻ വന്നു, CH2, CH3. ഇതായിരിക്കും പ്രോഡക്റ്റ്. ഇനി നിങ്ങൾ റിവേഴ്സ് ചെയ്ത് നോക്കിക്കോളൂ. ഇത് തന്നെയായിരിക്കും പ്രോഡക്റ്റ് വരുന്നത്. 2-ബ്രോമോ ബ്യൂട്ടൈൻ തന്നെയായിരിക്കും അവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനത്തെ ആൽക്കീൻസിനെ വിളിക്കുന്നതാണ് സിമ്മട്രിക്കൽ ആൽക്കീൻസ്. സിമ്മട്രിക്കൽ ആൽക്കീൻസ്. അപ്പൊ സിമ്മട്രിക്കൽ ആൽക്കീൻസിന്റെ കേസിൽ മാർക്കോണിക്കോസ് റൂളിന്റെ ആവശ്യമില്ല. എവിടെയാണ് ആവശ്യം? ദാ പ്രൊപ്പീൻ അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണ്. അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണ്. അതായത് ഡബിൾ ബോണ്ടിന്റെ രണ്ട് വശവും ഡിഫറെന്റ് ആണെങ്കിൽ അത് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണ്. അവിടെ മാത്രമേ മാർക്കോണിക്കോസ് റൂളിന്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. സിമ്മട്രിക്കൽ ആൽക്കീനിൽ മാർക്കോണിക്കോസ് റൂളിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയുമാണ് ഇവിടെ ഓർത്തു വെക്കേണ്ട പോയിന്റ്സ്. ഇനി കഴിഞ്ഞില്ല, മാർക്കോണിക്കോസ് റൂൾ പഠിക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മളൊരു റൂളും കൂടി പഠിക്കുന്നുണ്ട്, ആന്റി മാർക്കോണിക്കോസ് റൂൾ. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു റൂളും കൂടി പഠിക്കുന്നുണ്ട്, ആന്റി മാർക്കോണിക്കോസ് റൂൾ. ഓക്കെ, അഗെയിൻ പ്രൊപ്പീൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണ്. ഡബിൾ ബോണ്ടിന്റെ രണ്ട് വശവും ഡിഫറെൻ്റ് ആണ്. അവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് HBr ആണ്. ഓക്കെ, ആന്റി മാർക്കോണിക്കോസ് റൂൾ ഒബേ ചെയ്യേണ്ട എപ്പോഴാന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ കൂടെ ഏതെങ്കിലും ഒരു പെറോക്സൈഡ്, H2O2 ഹൈഡ്രോജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ്, ഇങ്ങനെ ആരോ മാർക്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പെറോക്സൈഡ് എന്ന ആരോ മാർക്കിന്റെ മീതെ തന്നിട്ടുണ്ടെങ്കിൽ, then we have to follow anti-Markovnikov rule. In presence of peroxide, addition obeys anti-Markovnikov rule in unsymmetrical alkenes. Okay, അപ്പോൾ ആന്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ്. അപ്പോൾ മാർക്കോണിക്കോസ് റൂളിന്റെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ എന്താണോ പഠിച്ചത് അതിന്റെ റിവേഴ്സ് ചെയ്തോളണം. നേരത്തെ എന്താ പഠിച്ചേ? ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ ചേർക്കണം, അതാണ് മാർക്കോണിക്കോസ് റൂൾ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ ആഡഡ്, അതാണ് ആന്റി മാർക്കോണിക്കോസ് റൂള്. ഓക്കെ, അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം നോക്കുന്നു, അതിൽ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് വേണം ഹൈഡ്രജനെ ചേർക്കാൻ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ HBrന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഹൈഡ്രജൻ കംസ് ടു വിച്ച് കാർബൺ? കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രോജൻസ്. ഇവിടെ വരും ബ്രോമിൻ, ഇവിടെ വരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് വരും? CH3, CH2, CH2, Br. ഓക്കെ, അപ്പോൾ ഇതാണ് ആന്റി മാർക്കോണിക്കോസ് റൂൾ. ഇനി ആന്റി മാർക്കോണിക്കോസ് റൂൾ വരും, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആർക്ക് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ? ഹൈഡ്രജൻ ബ്രോമൈഡ് മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ. ആന്റി മാർക്കോണിക്കോസ് റൂൾ വരുമ്പോൾ HBr മാത്രമേ വരുള്ളൂ. HClനും HIക്കും ആന്റി മാർക്കോണിക്കോസ് റൂൾ ഇല്ല. ഓക്കെ, HClനും HIക്കും ആന്റി മാർക്കോണിക്കോസ് റൂൾ ഇല്ല. ഓക്കെ, HBrന് മാത്രമേ ആന്റി മാർക്കോണിക്കോസ് റൂൾ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കാം.
ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് വരും എന്ന് നോക്കാം. അപ്പോൾ എവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? എവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? അത് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ HI ആണ്. HIക്കിടയിലുള്ള ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നു. ഹാഫ് ആൻ അവർ ആകുമ്പോൾ പറഞ്ഞു കേട്ടോ. HIയുടെ ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നു. ദെൻ ഈ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ എവിടെയാണ് ഹൈഡ്രജൻ കൂടുതലുള്ളതെന്ന് ചെക്ക് ചെയ്യുക. അതാ ഇവിടെയാണ് ഹൈഡ്രജൻ കൂടുതലുള്ളത് അല്ലേ, കാർബണിലാണ് ഹൈഡ്രജൻ കൂടുതലുള്ളത്. അപ്പോൾ അവിടേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, മറ്റേ കാർബണിലേക്ക് അയോഡിനെയും ആഡ് ചെയ്യുന്നു. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് വരും? CH3C. ആ കാർബണിൽ ഒരു CH3 ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ ഒരു ഐയും കൂടി വന്നിട്ടുണ്ട്. ദെൻ സിംഗിൾ ബോണ്ടായി. ആ കാർബണിലേക്ക് ഒരു H ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ഒരു ഹൈഡ്രജനും കൂടി ചേർന്ന് CH2 CH3. ഇതായിരിക്കും പ്രോഡക്റ്റ്. ഒപ്പം ഇതിൻ്റെ പേരും കൂടി ഇടാൻ പഠിക്കണം. ഇപ്പോൾ ഇവിടെ ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ നിന്നാണ് നമ്പർ ഇടുക. 1 2 3 4. അപ്പം എന്ത് വരും? 2 അയോഡോ 2 methyl butane. 2 അയോഡോ 2 methyl butane. ഇതായിരിക്കും പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ HBr തന്നു, ഒരു പെറോക്സൈഡും കൂടി തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യത്തെ പോലെ തന്നെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കുന്നു. ഇവിടെ Hനും Brനും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കുന്നു. ഡബിൾ ബോണ്ടഡ് സിസ്റ്റം നോക്കണം. പെറോക്സൈഡ് ഉള്ളതുകൊണ്ട് ആന്റി മാർക്കോണിക്കോസ് റൂൾ. ദാറ്റ് ഈസ് ഇവിടെ ഹൈഡ്രജൻ എവിടെയാണ് കുറവെന്ന് നോക്കിയിട്ട് അവിടെ വേണം ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ. ഇവിടെ കുറവ് ഇവിടെയാണ്. അപ്പോൾ ഹൈഡ്രജൻ കംസ് ടു ദിസ് കാർബൺ and bromine comes to this carbon. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് വരും? CH3C. CH3 ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാ? ആന്റി മാർക്കോണിക്കോസ് റൂൾ ആയതുകൊണ്ട് H ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് CH എന്നാക്കി. സിംഗിൾ ബോണ്ട് CH നേരത്തെ അവിടെ ഉണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്നത് ബ്രോമിൻ ആണ്. ഓക്കെ, CH3. ഇതിൻ്റെ പേരെന്ത് വരും? ഇതിൻ്റെ പേരിടുമ്പോൾ 1 2 3 4 ഇങ്ങനെയും നമ്പർ ഇടാം. 1 2 3 4 ഇങ്ങനെയും നമ്പർ ഇടാം. ഓക്കെ, ഇതിലിപ്പോൾ ഇവിടെ 2 വന്നിരിക്കുന്നത് മീഥൈലിനും ഇവിടെ 2 വന്നിരിക്കുന്നത് ബ്രോമിനും ആണ് അല്ലേ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് ബ്രോമിൻ ആയതുകൊണ്ട് അതിന് വേണം ചെറിയ നമ്പർ 2 വരെ. അപ്പോൾ ഗ്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പേരെന്ത് വരും? 2 ബ്രോമോ 2 methyl butane. 2 bromo 3 methyl butane. 2 bromo 3 methyl butane എന്ന് വരും. 2 bromo 3 methyl butane എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആന്റി മാർക്കോണിക്കോസ് റൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രം ആൽക്കൈൻസ് കണ്ടു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്രം ആൽക്കൈൻസിൽ നിന്നും ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ CH3CH ട്രിപ്പിൾ ബോണ്ട് CH3C ട്രിപ്പിൾ ബോണ്ട് C CH3 പ്ലസ് HI. ഇവിടെ നേരത്തെ പറഞ്ഞത് എന്താണോ അത് തന്നെ ഫോളോ ചെയ്യുക. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ആന്റി മാർക്കോണിക്കോസ് റൂള്, അല്ലാതെയാണെങ്കിൽ മാർക്കോണിക്കോസ് റൂള്. ബട്ട് 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ 2 മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്തു, HI ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പം ഇവിടെ ഹൈഡ്രജൻ രണ്ടും സിമ്മട്രിക്കൽ ആയതുകൊണ്ട് എവിടെ കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഇതെന്ത് വരും? CH3 CH ഡബിൾ ബോണ്ട് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. CI CH3. ബട്ട് കഴിഞ്ഞില്ല, ഇനിയും ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് നടക്കും അല്ലേ. ഒരു മോളിക്യൂൾ HI പിന്നെയും ആഡ് ചെയ്യും. അഗെയിൻ ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഹൈഡ്രജൻ കംസ് ടു ദിസ് കാർബൺ ആൻഡ് അയോഡിൻ കംസ് ടു ദിസ് കാർബൺ. എന്ത് വരും പ്രോഡക്റ്റ്? CH3 CH2 C
ICH3. ഒരു വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞ റൂൾ എന്താണോ അതേപോലെ തന്നെ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിൽ ഹൈഡ്രജൻ പോകുന്നു എന്ന റൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആൽക്കൈൻസിൽ നിന്നും നമുക്ക് ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാം. കിട്ടുമ്പോൾ ഡൈ ഹാലോ ആൽക്കെയിൻ ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളോട് പറയണം 1 equivalent of HI is taken എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരു സ്റ്റെപ്പ് മാത്രമേ നടക്കുള്ളൂ. ബട്ട് ആ സമയത്ത് എക്സസ് HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണയും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യണം. 1 equivalent എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ നിർത്തേണ്ടി വരും. എക്സസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പും ചെയ്യേണ്ടി വരും. റൂൾസിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ദെൻ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത്, നമ്മൾ ഫ്രം ആൽക്കെയിൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ പഠിച്ചു. CH3 പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് HNu ചെയ്യുമ്പോൾ ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ആവും. ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. CH3 CH2 Cl എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ റിപ്പീറ്റ് ആയിട്ട് പ്രോസസ്സ് നടക്കാം. മൾട്ടിപ്പിൾ ഹാലജൻസ് അറ്റാച്ച് ചെയ്യാം. പോളി ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മോണോ ഹാലോ ആൽക്കെയിൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം? ഓക്കെ, ഒറ്റ പ്രാവശ്യം ക്ലോറിൻ ആഡ് ചെയ്യുന്നതോടുകൂടി റിയാക്ഷൻ സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം? എക്സസ് ഹൈഡ്രോ കാർബൺ എടുത്ത് റിയാക്ഷൻ നടത്തിയാൽ മതി. എക്സസ് ഹൈഡ്രോ കാർബൺ എടുത്ത് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ക്ലോറിൻ വളരെ കുറച്ചുള്ളൂ. അതായത് അത്രയും ഹൈഡ്രോ കാർബണിലും ഒരൊറ്റ തവണ വന്ന് ആഡ് ചെയ്യാനുള്ള ക്ലോറിന് അവിടെ ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ മോണോ ഹാലോ ആൽക്കെയിൻസേ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സസ് ഹൈഡ്രോ കാർബൺ എടുത്തിട്ടാണ് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് മോണോ ഹാലോ ആൽക്കെയിൻസ് കിട്ടും. ഇവിടെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ ഇവിടെ ഞാൻ ഈഥൈൻ എടുത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ മോണോ ഹാലോ ആൽക്കെയിനിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മോണോ ഹാലോ ആൽക്കെയിൻസ് ആയിട്ട് തന്നെ ചോദിക്കുള്ളൂ. ബട്ട് ഈഥൈനിന് പകരം പ്രൊപ്പൈൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷന് സാധ്യതയുണ്ട്. ഇവിടെ ബ്രോമിനൊക്കെ എടുക്കാട്ടോ, എന്ത് വേണമെങ്കിലും എടുക്കാം. ക്ലോറിനും ബ്രോമിനും ആണ് നോർമലി എടുക്കാറ്. ഇവിടെ ബ്രോമിൻ ഹോമോലിറ്റിക് ഫിഷൻ വഴി ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നു, Br ഡോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഈ Br ഡോട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും അല്ലെ, CH ബോണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ 3 CH ബോണ്ടുകൾ ഉണ്ട്, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് 3 എണ്ണത്തിലും ഈക്വൽ ചാൻസ് ആണ്, എവിടെ വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 3 എണ്ണത്തിലും ഈക്വൽ ചാൻസ് ആണ്, എവിടെ വേണമെങ്കിലും വന്ന് ഹിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചാൻസ് ഇവിടെയും ഉണ്ട്. അപ്പോ ഒരു ബ്രോമിൻ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോ അടുത്ത ബ്രോമിന് ഈ ഒരു കാർബണിലും ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതായത് ഇത് ഒരു പ്രൊപ്പൈൻ, ഈ പ്രൊപ്പൈനില് ബ്രോമിൻ വന്ന് ഹിറ്റ് ചെയ്തത് ഈ കാർബണിലാണ്. ബട്ട് അവിടെ സെക്കൻഡ് മോളിക്യൂൾ ഓഫ് പ്രൊപ്പൈൻ ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ പ്രൊപ്പൈൻസ് ഉണ്ട്. എക്സസ് ഹൈഡ്രോ കാർബൺ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീ റാഡിക്കൽ ഇഷ്ടം പോലെ സിസ്റ്റത്തിൽ ജനറേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ബ്രോമിൻ ഈ കാർബണിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന അതേ ചാൻസോട് കൂടി തന്നെ അടുത്ത ഫ്രീ റാഡിക്കല് അടുത്ത മോളിക്യൂളിന്റെ ഈ സെക്കൻഡ് കാർബണിൽ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റില് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദാ ഇവിടെ CHH, ഈ ബ്രോമിൻ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിൽ വ്യത്യാസം ഉണ്ടാവും. ഈ മോളിക്യൂളിലെ റിയാക്ഷൻ ആണെങ്കിൽ, ഫസ്റ്റ് മോളിക്യൂളിലെ റിയാക്ഷൻ ആണെങ്കിൽ ദാ ഈ ബോണ്ടിനെയാണ് ഫ്രീ റാഡിക്കൽ ആക്കി മാറ്റുന്നത്. അപ്പൊ എന്ത് വരും? CH3 CH2 ഒക്കെ അങ്ങനെ തന്നെ നോക്കുക. ഇവിടെ CH2 ഉണ്ട്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഡോട്ട് വരും, H ഡോട്ട് വരും അല്ലെ. അപ്പോ CH2 ഡോട്ട് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കലാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. കഴിയാറായ CH2 ഡോട്ട് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കലാണ് ആദ്യത്തെ കേസിൽ ജനറേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കേസിലോ ബ്രോമിൻ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോ ഇവിടെ C ഡോട്ടും ഇവിടെ H ഡോട്ടും ആണ് ജനറേറ്റ് ആവുക. അപ്പൊ നോക്കിയേ, CH3 C
എച്ച് ഡോട്ട് CH3 എന്ന് പറയുന്ന ഫ്രീ റാഡിക്കലാണ് ഇവിടെ ഉണ്ടാവുക. കണ്ടോ? അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്ത ഫ്രീ റാഡിക്കലും ഇവിടെ ജനറേറ്റ് ചെയ്ത ഫ്രീ റാഡിക്കലും ഡിഫറെന്റ് ആണെങ്കിൽ രണ്ട് കേസിൽ നിന്നും ഉണ്ടാവുന്ന പ്രോഡക്ട്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ CH2 ഡോട്ട് ജനറേറ്റ് ചെയ്തിട്ട് ആ ബ്രോമിൻ വന്ന് ബോണ്ട് ചെയ്യുന്നു. പ്രോഡക്റ്റ് എന്തുണ്ടാവും? CH3 CH2 CH2 Br. ഇവിടെയാണെങ്കിലോ ബ്രോമിൻ വന്ന് ബോണ്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3 CH_Br CH3. കണ്ടോ? അപ്പൊ നമുക്കിവിടെ 2 ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എത്ര ടൈപ്പ് ഹൈഡ്രോജൻസ് ആ ഒരു ചെയിനിലുണ്ടോ അത്രയും ഹൈഡ്രോജൻസും റീപ്ലേസ് ചെയ്ത് അത്രയും ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഒരു ചാൻസ് പറയാത്തത് ഈ ഫസ്റ്റ് കാർബണും ഈ തേർഡ് കാർബണും സിമിലർ ആണ്. ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന അതേ ഫ്രീ റാഡിക്കൽ ആയിരിക്കും ഈ ഫസ്റ്റ് കാർബണിൽ ഹിറ്റ് ചെയ്താലും കിട്ടുന്നത്. അതുകൊണ്ടാണ് അതൊരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് പറയാത്തത്. അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല. ബട്ട് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നു. അപ്പൊ ജസ്റ്റ് ആ ചെയിനില് എത്ര ടൈപ്സ് ഓഫ് ഹൈഡ്രോജൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോജൻ ഉണ്ടെന്ന് നോക്കുക. അത്രയും ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, അത്രയും ഹൈഡ്രോജൻസ് റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലജൻസ് വരുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഫ്രീ റാഡിക്കലിന്റെ റിയാക്ഷനിൽ ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത പ്രിപ്പറേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.